അച്ഛൻ ഇന്നില്ലേ ഞാൻ സ്കൂളിൽ കളിക്കുക വന്നപ്പോൾ ഒരു കുട്ടി നിലത്ത് വീണിട്ട് അവന്റെ പല്ലൂട്ടിപ്പോയി. എന്നിട്ട് ഞാൻ സിക്ക് റൂമിൽ കൊണ്ടാക്കിയിട്ട് പറഞ്ഞ അച്ഛയുടെ ക്ലിനിക്കിൽ വരാൻ. അതല്ലടാ പല്ല് പൊട്ടിയിട്ട് എന്നാ ചെയ്തേ അവര്? അത് ഞാൻ നോക്കിയില്ല. സിക്ക് റൂമിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് ക്ലാസ്സിൽ പോയി. അപ്പോഴീ പല്ലൊക്കെ പൊട്ടിയാൽ എന്താ ചെയ്യണ്ടേ? എടാ ഈ പല്ല് പൊട്ടിപ്പോകുന്നത് പല രീതിയിൽ പൊട്ടിപ്പോകാം. പ്ലേ ഗ്രൗണ്ടിൽ ആക്സിഡൻസ് സംഭവിക്കുമ്പോൾ പല്ല് പൊട്ടിപ്പോകുന്നത് ഭയങ്കര കോമൺ ആണ്. ചിലപ്പോൾ ചെറിയൊരു പീസായിരിക്കും പൊട്ടിപ്പോകുന്നത്, ചിലപ്പോൾ കുറച്ചുകൂടെ വലിയ പീസായിരിക്കും, ചിലപ്പോൾ പല്ലങ്ങ് ഊരിപ്പോകുന്ന തരത്തിലും ആക്സിഡൻസ് ഒക്കെ സംഭവിക്കാറുണ്ട്. നമുക്കൊരു പീസ് പല്ലിൻ്റെ പൊട്ടിയത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും എടുത്ത് വെക്കണം, എന്നിട്ട് അതൊരു ഡെന്റിസ്റ്റ് എടുത്ത് എത്തിക്കണം. ചിലപ്പോൾ ആ പീസ് അതുപോലെ തന്നെ തിരിച്ച് ഫിക്സ് ചെയ്യാൻ പറ്റും. പല്ല് ഊരിപ്പോകുന്നൊരു സാഹചര്യം അങ്ങനെ വല്ലതൊക്കെ ആണെങ്കിൽ അത് സേഫായിട്ട് ഡെന്റിസ്റ്റ് എടുത്ത് എത്തിച്ചാൽ നമുക്ക് റീ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും. ഈ സേഫായിട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ തന്നെ ഉമിനീരിനകത്ത് ഒരു കുപ്പിക്കകത്തിട്ട് ഒരു ഉമിനീരിനകത്ത് കവർ ചെയ്യുന്ന രീതിയിലാക്കി കൊണ്ടുപോകാം. അല്ലെങ്കിൽ മിൽക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സലൈൻ എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഒരിക്കലും ആ പല്ലിൻ്റെ കഷ്ണം എടുത്ത് ഒത്തിരി കഴുകി വാഷ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട. എങ്ങനെയാണോ കിട്ടുന്നത് അത് അതുപോലെ എടുത്ത് ഈ സൊല്യൂഷനിനകത്ത് ഇടുക. എത്രയും വേഗം ഡെന്റൽ ക്ലിനിക്കിൽ എത്തുക. അപ്പോൾ ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ പറ്റുവാണെന്നുണ്ടെങ്കിൽ മോൻ പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന്.